നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ മെക്കാനിക്കൽ എനർജിയിൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുപോലെ നമുക്ക് കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. ഇ എന്ന് പറയുന്നത് ½ ആണ്. പൊട്ടൻഷ്യൽ എനർജീനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ പൊസിഷൻ, ബേസ്ഡ് ഓൺ പൊസിഷൻ, ഡ്യൂ ടു പൊസിഷൻ നമുക്ക് MgH എന്നും പറയാം. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ കോൺഫിഗറേഷന് കാരണം പൊട്ടൻഷ്യൽ എനർജിയിൽ എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾക്ക് കൈനറ്റിക് എനർജി പല ആൾക്കാരുടെയും കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ മാസും വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് തന്നെ ½ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് എന്ന് പറയുന്നത് എത്രയാണ്, 10 ഇവൻ്റെ വെലോസിറ്റി 2 അപ്പോൾ 2² എത്രയായിരിക്കും, B² ആണല്ലോ. 4 × എത്രയാ 10 അല്ലേ. 40/2 എത്രയായിരിക്കും, 20 ആയിരിക്കും. അതുപോലെ തന്നെ ഇവൻ നോക്ക്, വെലോസിറ്റി 2² ആണ്, 4 ആണ്. 4 5 20 അല്ലേ. 20/2 എത്രയാണ്, 10 അതുപോലെ തന്നെ ഇവൻ നോക്കാം, V² എത്രയായിരിക്കും, നമുക്ക് 4ൻ്റെ സ്ക്വയർ ആണ്, 16 16 × 10 160 ആയിരിക്കും. 160/2 ചെയ്യുമ്പോൾ നമുക്ക് 80 കിട്ടി. അതുപോലെ ഇവൻ ഇവിടെ 1 1 × 10 എത്രയാ, 1ന് സ്ക്വയർ ചെയ്താൽ നമുക്ക് 1 തന്നെ കിട്ടുക. 1 × 10 10 തന്നെ, 10/2 ഹാഫ് നമുക്ക് 5 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് നോക്കുകയാണ്, ഇപ്പം ഈ ടേബിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ മാസ് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആലോചിക്കുക, രണ്ടാമത്തെ കേസിൽ 5 മാസ് ഡബിൾ ചെയ്ത കേസ് ഏതാണ്, ഫസ്റ്റ് കേസാണ് അല്ലേ. മാസ് ഡബിൾ ചെയ്ത കേസ് ഫസ്റ്റ് കേസാണ്. അപ്പോൾ രണ്ടുപേരുടെയും വെലോസിറ്റി രണ്ട് കേസിലും 2 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി 5 ഉള്ള സമയത്ത് നമ്മുടെ കൈനറ്റിക് എനർജി എത്രയായിരുന്നു, 10 മാസ് ഡബിളായി, ഇരട്ടിയായപ്പോൾ കൈനറ്റിക് എനർജി എന്താ ഇത് ഡബിൾ ആവുക ചെയ്തത്. അപ്പോൾ മാസ് ഡബിൾ ആവുമ്പോൾ കൈനറ്റിക് എനർജി ഡബിൾ ആവുകയാണ് ചെയ്യണത്. അടുത്തെന്താ, വെലോസിറ്റി ട്രിപ്പിൾ ടൈംസ് ആണ്. അതായത് വെലോസിറ്റി 3 times ആയി. ഇനീഷ്യലി V ഉണ്ടായിരുന്നത് 3V ആയെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ½ × m × 3V², 3² എത്രയാണ്, 9 കിട്ടി. അപ്പം 9 times ½ അതായത് കൈനറ്റിക് എനർജി 9 times ആയിരിക്കും നമ്മുടെ കൈനറ്റിക് എനർജി. ഇനി എന്താ, ഒരു വെലോസിറ്റി ½ ആയി എന്നാണ് പറഞ്ഞിരിക്കണത്. വെലോസിറ്റി ½ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് ഉദ്ദേശിക്കണത്, Vന്ന് ഇനീഷ്യൽ ഉള്ളത് V/2 ആയി. നമ്മൾ എന്ത് ചെയ്യണം, കൈനറ്റിക് എനർജി ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യും വെലോസിറ്റിയുടെ. അപ്പോൾ ½ എന്ന് പറയുമ്പോൾ V² /4 ആയിരിക്കും. അതായത് 1/4 ഓഫ് കൈനറ്റിക് എനർജി. അതായത് വെലോസിറ്റി V/2 ആകുമ്പോൾ കൈനറ്റിക് എനർജി 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. അതാണ് ഈ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്.